ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കുറച്ച് ദിവസമായിട്ടോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായി പോയായിരുന്നു. നമുക്കൊരു ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവരും ട്രൈ ഒക്കെ ചെയ്ത് നോക്കണുണ്ടല്ലോ അല്ലേ ഞാൻ ഉണ്ടാക്കണമെന്നൊക്കെ. ഇതൊരു 1/2 കിലോ ബീഫ് വേവിച്ചതാണ്. ഇതിനകത്ത് ഞാൻ കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇടിച്ചിട്ടതും ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വേവിച്ചതാണ്. ഒരു 3 സീറ്റ് അടുപ്പിച്ചോ കുക്കറിനകത്ത് കേട്ടോ. ഇനി നമുക്കിനകത്തൊരു ഒരു മീഡിയം സൈസിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചേക്കുന്നതാണിത്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ 4 എണ്ണമൊക്കെ ഉപയോഗിക്കുക കേട്ടോ. ഇനി ഒരു 3 ചെറിയ പച്ചമുളക്, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം. കാരണം ഞാൻ അതിനകത്ത് ഇഞ്ചി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ബീഫ് വേവിച്ചതിനകത്ത്. അത് കാരണം കുറച്ച് ചെറുതാണ് എടുക്കുന്നത്. ഇനി ഒരു സവോള, ഒരു മീഡിയം സൈസിലെ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത്, ഒരിത്തിരി കരിവേപ്പിലയുണ്ട്. നമുക്ക് മിക്സിയുടെ നമ്മൾ മസാലയൊക്കെ പൊടിക്കുന്ന ആ ജാറിൽ നമുക്ക് ഈ ബീഫ് ഒന്ന് പൊടിച്ചെടുക്കാം. വെള്ളം വേണ്ട കേട്ടോ, വെള്ളം ഇല്ലാതെ വേണം ആ ബീഫ് എടുത്ത് വയ്ക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ബീഫ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു നല്ല പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. ഒരു പാൻ അടുപ്പ് വയ്ക്കാം. ആ പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും ഒരിത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റിനേക്കാളും നല്ലത് എനിക്ക് തോന്നിയേക്കുന്നത് മറ്റേ സൺഫ്ലവർ ഓയിലിൻ്റെ എണ്ണയാണ് ഇതിനകത്ത് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ സുഖമായിട്ട് തോന്നിയേക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കകത്ത് എനിക്ക് എന്തോ അത്ര ഇഷ്ടം വന്നിട്ടില്ല. ഇതിനകത്തേക്ക് നമുക്ക് ഒത്തിരി എണ്ണയൊന്നും വേണ്ട. ഈ സവോള ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ പച്ചപ്പങ്ങ് മാറാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അതിനകത്തേക്ക് നമുക്ക് സവോളയും ഇഞ്ചി പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാമേ. അതിന് കൊടുത്ത് ഞാൻ കരിവേപ്പില ഒന്ന് കണ്ടിച്ചാണ് ഇട്ടേക്കുന്നത്. ഇനി അത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി നമ്മൾ കറിക്കൊക്കെ ഉണ്ടാക്കണ പോലെ ഒരുപാടൊന്നും വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിൻ്റെ കളറൊന്ന് ജസ്റ്റ് മാറി. നമുക്കറിയാമല്ലോ ഉപ്പിടണം. പക്ഷേ ഇപ്പം ഉപ്പിനേക്കാളും കൂടുതലായിട്ട് ഒരു മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സവോള വാടി കിട്ടുമെന്നാണ് പറയണത്. അപ്പം നമുക്ക് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് വഴറ്റിയിട്ട് പൊടിക്കൊരു മഞ്ഞൾ പൊടിയും കൂടി ഇടാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ പോലും ഇല്ല, ഒരിത്തിരി മഞ്ഞൾപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. സവോള ഒന്ന് വാഴാനും പിന്നെ ഉരുളക്കിഴങ്ങിന് ഇത്തിരി കളർ കിട്ടാനും കൂടെയൊക്കെ വേണ്ടിയിട്ടാണ്. ഓൾറെഡി നമ്മൾ ബീഫിനകത്ത് മഞ്ഞളിട്ടാണ് വേവിച്ചേക്കുന്നത്. ഇത് ഒരു പരുവാണ്. ഒത്തിരി അങ്ങ് ഫ്രൈ ആവരുത് കേട്ടോ. ഇതൊരു ഒന്ന് സോഫ്റ്റ് ആയി അത്രയേ ഉള്ളൂ. അതിനകത്ത് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ടിട്ടുണ്ട്. വേറെ മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാലും അതിൻ്റെ നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഒത്തിരി മസാല ഇല്ലാതെ ചെയ്യുമ്പോഴായിരിക്കും എപ്പോഴും ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാമേ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയുടെ കൂടെ ഒന്ന് മിക്സ് ആയാൽ മതി. നമുക്കത് ഒത്തിരി വേവണമെന്നൊന്നുമില്ല. ഇനി നമുക്ക് ഈ പുഴുങ്ങി വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ അതൊന്ന് കൈ കൊണ്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് ഉടച്ചെടുത്തേക്കുന്ന ആ ഉരുളക്കിഴങ്ങും കൂടെ അതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ. ഇത് മിക്സ് ആക്കുമ്പോൾ നമ്മൾ ഉപ്പും എരിവും മസാലയുടെ ടേസ്റ്റും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. കാരണം എന്തെങ്കിലും കുറവ് നിങ്ങളുടെ ടേസ്റ്റിന് തോന്നുകയാണെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് വേണം, അല്ലെങ്കിൽ കുരുമുളകിനോ എന്തെങ്കിലും.
ഇതായിപ്പോൾ ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമുക്കതിന് ഒന്ന് അടച്ചു വയ്ക്കണ്ട, നമുക്കത് തീ ഓഫ് ചെയ്തിട്ട് വയ്ക്കാം. ഇത് തീ ഇപ്പോൾ ഓഫ് ചെയ്ത് ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താണ്. എല്ലാം കൂടെ ഒന്നിട്ട് മാറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് അതങ്ങോട്ട് കുഴച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇപ്പം ഞാനൊരു 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസ് നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ബ്രെഡ് നമ്മുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇത് ഞാൻ നമ്മുടെ ബ്രെഡിൻ്റെ 2 സൈഡിലെ പാർട്ടൊക്കെ വരുന്നത് ആരും കഴിക്കത്തൊന്നുമില്ല. അത് ഞാനിങ്ങനെ പൊടിച്ചിട്ടൊന്ന് പാനിനകത്തിട്ട് നന്നായിട്ട് ചൂടാക്കി ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണിത്. അതെടുത്തു. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് നോക്കാം കേട്ടോ, എങ്ങനെയൊക്കെയാണെന്ന് കാണിക്കാമേ. ഇത് നമ്മുടെ ഒരു കൈക്ക് ഒരു നെല്ലിക്ക മുഴുപ്പിൻ്റെ ഒരു ഉരുള നമ്മളെടുത്തിട്ട് അത് നന്നായിട്ട് ഇത് ചെയ്യണം. എന്നിട്ട് അത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ശരിക്കും ഒന്നും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. പിന്നെ എനിക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഇത്തിരി എണ്ണ നിങ്ങളുടെ കയ്യിലൊന്ന് തടവിയെടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്യാം, ഓവൽ ഷേപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ബാരലിൻ്റെ ഷേപ്പിൽ ഷേപ്പ് ചെയ്തെടുക്കാം. എങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ മിക്കവാറും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ ചെയ്തെടുക്കുക ചെയ്യാറുള്ളത്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ടുള്ളൊരു മെത്തേഡും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്പൂൺ ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ ഉരുള എടുത്തിട്ട് അത് അതിനകത്തേക്ക് നമ്മൾ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ ആ സ്പൂണിൻ്റെ ഒരു ഷേപ്പ് വരും. ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ സ്പൂണിൻ്റെ ഒരു ഷേപ്പ് വരും. ഒരു സൈഡ് കൂർക്കും അടുത്ത സൈഡ് ഫ്ലാറ്റായിട്ടിരിക്കുന്ന ഒരു ഷേപ്പ്. അത് പിന്നെ അതനുസരിച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് നമ്മുടെ ഓരോരുത്തരുടെയും മനോധർമ്മം പോലെ നമുക്ക് ഷേപ്പ് ചെയ്യാവുന്നതാണ്. ഇതിപ്പം ഞാനെല്ലാം ഷേപ്പ് ചെയ്തു. ഇപ്പം മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസായി. ഇനി നമ്മളിതന്നെ ചെയ്യണേന്ന് കാണിച്ചു തരാം. ഇത് ഇപ്പം എല്ലാം ഞാൻ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ മോളാണ് ഷേപ്പ് ചെയ്തത്. അതാണ് അവളുടെ കൈയുടെ അനുസരിച്ച് ചെറുതൊക്കെ ആയി പോയിട്ടുണ്ട്. അതൊന്നും സാരില്ല. ഇതെങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഒരു കട്ട്ലറ്റ് എടുത്തിട്ട് നമുക്കത് മുട്ടയിൽ മുക്കാം. എന്നിട്ട് ഈ ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിങ്ങനെ 2 സൈഡും മാറി ഈ ബ്രെഡ് ക്രംസ് നന്നായിട്ട് എടുത്തു വയ്ക്കുക. അങ്ങനെ നമുക്ക് ബാക്കിയെല്ലാം തന്നെ എടുത്ത് വയ്ക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം. എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോഴത്തേക്ക് അതെടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയായിരിക്കും. സമയമൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഫ്രൈ ചെയ്താൽ മതി. അത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ വയ്ക്കും. കാരണം അടുത്ത ദിവസത്തേക്ക് ഒരു ദിവസം കൊണ്ട് ഇതിവിടെ തീരും. ഇതിപ്പം ഞാനത് എല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി ഇനി ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്ക് ഇങ്ങനെ വല്ല പരിപാടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നേരത്തെ തന്നെ അങ്ങനെ ചെയ്തൊക്കെ വയ്ക്കുവാണെങ്കിൽ ആ ദിവസം എടുത്ത് എണ്ണയിൽ ഫ്രൈ ചെയ്താൽ മതിയായിരിക്കും. ഇപ്പം ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പയിൽ. അത് പാന് ചൂടാകുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോയിൽ വയ്ക്കരുത്, കാരണം എണ്ണ അതിനകത്ത് കുടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കതിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. മീഡിയം തീ വയ്ക്കണേ. ഇപ്പം ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് മറ്റുള്ളതും കൂടെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും കണ്ടല്ലോ, എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.